മാർച്ച് 30 ഞായറാഴ്ച. ലൂക്ക 15 1 മുതൽ 3 വരെയും 11 മുതൽ 32 വരെയും വാക്യങ്ങൾ. നോമ്പിലെ ഈ 4-ാമത്തെ ഞായറാഴ്ചയെ ലേറ്ററെ സൺഡേ എന്ന് പറയാറുണ്ട്. കുറേ സന്തോഷിക്കാനുള്ളൊരു ഞായറാഴ്ചയാണിന്ന്. നോമ്പിൻ്റെ നിയന്ത്രണങ്ങളിൽ കുറച്ചെല്ലാം അയവ് വരുത്താനുള്ളൊരവസരം. നോമ്പ് എന്ന വാക്ക് തന്നെ വസന്തകാലം എന്നർത്ഥമുള്ള ഒരു പഴയ ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് വരുന്നത്. ഈ ഞായറാഴ്ചയിലുള്ള പാഠങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സന്തോഷം അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ വായനയിൽ ദേശത്ത് സുരക്ഷിതമായി എത്തിയ ഇസ്രായേൽ ജനത അത് ഈജിപ്തിലെ അവരുടെ അടിമത്തവുമായി ബന്ധപ്പെട്ട അപമാനം പരിഹരിക്കപ്പെട്ട ആ നിലയിൽ അവരെല്ലാവരും സന്തോഷിക്കുന്നു. സുവിശേഷത്തിലെ മകൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന സന്തോഷമാണ് നാം കാണുന്നത്. ധൂർത്തപുത്രൻ്റെ ഈ ഉപമയിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാം. ഒന്ന്, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം. ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള അതിരറ്റ സ്നേഹത്തെ ഈ ഉപമ ചിത്രീകരിക്കുന്നു. നമ്മൾ എത്ര ദൂരം വഴിതെറ്റിപ്പോയാലും ദൈവം എപ്പോഴും നമ്മെ തൻ്റെ തുറന്ന കൈകളാൽ തിരികെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണ്. 2, മാനസാന്തരവും ക്ഷമയും. മാനസാന്തരത്തിൻ്റെ പ്രാധാന്യത്തെ ഈ ഉപമ ഊന്നിപ്പറയുന്നു. ധൂർത്തപുത്രൻ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് സ്വയം വിനീതനായി പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങുന്നു. പ്രതികരണമായി അവനെ കുറ്റം വിധിക്കുകയല്ല, പിന്നെയോ പാപമോചനം നൽകിയാണ് പിതാവ് സ്വീകരിക്കുന്നത്. 3, വീണ്ടെടുപ്പും പുനഃസ്ഥാപനവും. ഈ ഉപമ വീണ്ടെടുപ്പിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും പ്രമേയത്തെ എടുത്ത് കാണിക്കുന്നു. ദൈവകൃപയാൽ നമുക്ക് വീണ്ടെടുപ്പ് പ്രാപിക്കാനും ദൈവവുമായുള്ള ശരിയായ ബന്ധത്തെ പുനഃസ്ഥാപിക്കാനും കഴിയും. 4, സ്വയനീതിയുടെ അപകടം. സഹോദരൻ്റെ മടങ്ങിവരവിനോടുള്ള മൂത്ത മകൻ്റെ പ്രതികരണം അവൻ്റെ താൻ നീതിമാനെന്നുള്ള ധാരണയും കരുണയുടെ അഭാവത്തിൻ്റെ അപകടത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്കുള്ള യാത്ര ഈ ധൂർത്തപുത്രൻ്റെ ഉപമ ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. അലഞ്ഞു തിരിയലിൻ്റെയും തെറ്റുകളുടെയും ദൈവത്തിൽ നിന്നുള്ള അകലത്തിൻ്റെയും നിമിഷങ്ങൾ ഒരുപക്ഷെ നമ്മളും അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ നമ്മൾ എത്ര ദൂരം വഴിതെറ്റിപ്പോയാലും പിതാവിൻ്റെ സ്നേഹത്തിലേക്കുള്ളൊരു തിരിച്ചുവരവ് നമുക്ക് സാധ്യമാണ് എന്ന് ഈ കഥ ഉറപ്പ് നൽകുന്നു. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അതേ അനുകമ്പയും ക്ഷമയും മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാനും ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു. ഉപമയിലെ പിതാവ് തൻ്റെ മകൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിച്ചതുപോലെ നഷ്ടപ്പെട്ട ഒരു ആത്മാവ് ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉപമയിലൂടെ പ്രത്യാശയും പ്രോത്സാഹനവും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് നമ്മിൽ ഓരോരുത്തരുമുള്ള ആഴമായ സ്നേഹത്തെയും കുറിച്ചുള്ള ഗ്രാഹ്യം നമുക്ക് ലഭ്യമാക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.